അസ്സലാമു അലൈക്കും. രാവിലെ മുതലുള്ള ഓട്ടപ്പാച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല ജുനൈസിന്. ഉപ്പയെ ഐസിയുവിലേക്ക് മാറ്റിയിരുന്നു. മരുന്നെടുക്കാനും ഓരോ ബില്ലുകൾ അടക്കാനും ഒറ്റയ്ക്ക് ഓടി നടന്ന് ആകെ തളർന്നു തുടങ്ങിയിരുന്നു ജുനൈസ്. ഇത്ര നേരമായിട്ടും മോളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല അവന്. അത്രമേൽ തിരക്ക് പിടിച്ച ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവൻ ഓടിക്കൊണ്ടിരുന്നു. എത്ര പെട്ടെന്നാണ് അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു വീണത്. അതുപോലെയാണ് ഇപ്പോൾ ഉമ്മയുടെ അവസ്ഥ. മോനരികിലോ ഭർത്താവിൻ്റെ അരികിലോ എന്നറിയാതെ ആ ഉമ്മ ആകെ തളർന്നുപോയി. എല്ലാ തലയെടുപ്പും നിമിഷനേരം കൊണ്ട് അസ്തമിച്ച പോലെ അവർ അവരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. കണ്ണിൽ നിന്നും ഇനിയും നിലക്കാത്ത കണ്ണീർ ഒഴുകിപ്പരന്നു. കുടുംബക്കാരിൽ ആരോ ചിലർ വന്നൊന്ന് ആശ്വസിപ്പിച്ചു. അധികം വൈകാതെ യാത്ര പറഞ്ഞുപോയി. ആരുമില്ലാത്ത ശൂന്യത അവരെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു. ചെയ്തു തീർത്ത പാപക്കറ തിരികെ നോക്കി പല്ലളിച്ചു. ഉമ്മ വിളിക്കണം വേണ്ടേ എന്നൊന്ന് ശങ്കിച്ചു നിന്നാണ് ജുനൈസ് അവരെ അങ്ങനെ വിളിച്ചത്. ഇത്ര കാലം അവർക്കത് ഇഷ്ടമുള്ള വിളിയല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ആവും. അവർ ഈ ലോകത്തെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ മാത്രമാകും. ബാക്കി എല്ലാവരോടും അവർക്ക് സ്നേഹമാണ്. അത്രയും നല്ല രീതിയിൽ അവർ മറ്റുള്ളവരോട് പെരുമാറും, സ്നേഹം കൊടുക്കും, നിർത്താതെ സംസാരിക്കും. പക്ഷേ തന്നോട് പറഞ്ഞാൽ തീരാത്ത വെറുപ്പും. ഇന്നേ വരെ തനിക്ക് മുമ്പിൽ ആ മുഖം ചിരിയോടെ ഞാൻ കണ്ടിട്ടില്ല. ദേഷ്യത്തോടെ അല്ലാതെ സംസാരിച്ചിട്ടില്ല. ഒന്നും മനസ്സിൽ വെക്കാതെ അവൻ അവരെ തന്നെ നോക്കി. അവരെന്ന ഉമ്മയുടെയും ഭാര്യയുടെയും ദുഃഖം മാത്രം അവൻ മുന്നിൽ കണ്ടു. ഉപ്പ ഒരിക്കലും അവനെ വേദനിപ്പിച്ചിട്ടില്ല. തന്നെയും ഉപ്പാക്ക് എല്ലാവരോടും സ്നേഹമാണ്. ആരോടും വെറുപ്പില്ലാത്ത, ദേഷ്യപ്പെടാൻ അറിയാത്ത, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായി നിലപാടുള്ള ഒരു സാധു മനുഷ്യൻ. തനിക്കും ഉമ്മാക്കും ഇടയിൽ ഒരു അകൽച്ച വരാതിരിക്കാൻ ആവോളം നോക്കിയിട്ടുണ്ട് ഉപ്പ. പക്ഷേ അവർക്കിഷ്ടമില്ല എന്ന് ഉപ്പാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിമിഷം മുതൽ അവരെ അവരുടെ വഴിക്ക് വിട്ടു. ഒരു ഉമ്മയുടെ സ്നേഹം കൂടി പകർന്നു തന്നുകൊണ്ടാണ് പിന്നീട് ഉപ്പ തന്നെ നോക്കിയത്. ഓർമ്മകൾ പെയ്യുമ്പോൾ മനസ്സ് ചിലപ്പോൾ തണുക്കും, ചിലപ്പോൾ കലുഷിതമാകും. തനിക്ക് നേരെ നോക്കിയിരിപ്പാണ് ഉമ്മ. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. തനിക്ക് നേരെയുള്ള ദേഷ്യത്തിൻ്റെ തീച്ചുളയില്ലാത്ത ആദ്യ നോട്ടം. ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ആരിൻ്റെയാണ്, വിഷമിക്കണ്ട. ആശ്വാസവാചകം പറഞ്ഞു തിരിഞ്ഞതും ഉമ്മ ഓടി വന്നവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ജുനൈ മോനെ, എന്നോട് ക്ഷമിക്കും മോനെ. നിന്നെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാണ് ഞാനിതൊക്കെ അനുഭവിക്കണം. എന്നോട് ക്ഷമിക്കും മോനെ. വീണ്ടും അവരൊരു പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. കണ്ണീര് വീണവൻ്റെ കാലുകൾ നനഞ്ഞു. അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിൽക്കുകയായിരുന്നു ജുനൈസ്. ഉറക്കം ഉണർന്നിടം തൊട്ട് മാഷിയുടെ കയ്യിൽ നിന്നും മാറിയിട്ടില്ല കുഞ്ഞു പെണ്ണ്. മോൻ കരയുമ്പോൾ അവനെ കൂടി മറുകൈയിൽ എടുത്തു വെക്കും അവൾ. അവന് പാല് കൊടുക്കുമ്പോഴും മറുകൈയിൽ അവളും ഒതുങ്ങി കിടക്കും. അവളെ നോക്കും തോറും മാഷിക്ക് വേദന തോന്നും. അദ്ദേഹം ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് ഉവൈസിക്ക പറഞ്ഞിരുന്നു. ചിലപ്പോൾ തിരക്ക് കാണുമായിരിക്കുമെന്ന്. എന്നാലും എന്ത് തിരക്കായാലും മോളെക്കുറിച്ച് ഓർക്കാതെ പറ്റുമോ? അവൾ കരഞ്ഞോ കഴിച്ചോ എന്നെങ്കിലും അന്വേഷിക്കാതെ എങ്ങനെ സമാധാനമായിട്ട് നിൽക്കുക? അവൾക്ക് അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ എന്നറിയില്ലേ? അവനെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് പരിഭവം തോന്നി. വൈകുന്നേരം 5 മണി കഴിഞ്ഞാണ് മാഷിയുടെ ആങ്ങള മാഹിനെത്തിയത്. മുസമ്മുവാണ് ആദ്യം അവനരികിലേക്ക് ഓടിയത്. ബാക്കി എല്ലാവരും മോളെ ഒന്ന് ഇണക്കിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളിൽ മുഴുകിയിരുന്നു. ഡോറ് തുറന്നിറങ്ങിയത് മാഹിൻ്റെ കൈകളിലേക്ക് ചാടിക്കയറി കവളിൽ ഉമ്മ വെച്ച് ചിരിച്ചു മുസമ്മു. നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ എടാ നാണക്കാരാ. തിരികെ അവനെയും ചുംബിച്ച് അവിടേക്ക് വാങ്ങി വന്ന സാധനങ്ങളും കയ്യിലെടുത്ത് അകത്തേക്ക് നടന്നു. ഇവിടെ എന്തേ വേറെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൻ അകത്തേക്ക് കയറിയത്. അടുക്കള ഭാഗത്തു നിന്നും എന്തോ കിലുങ്ങുന്നതും മോളു ഇത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ഉവൈസിൻ്റെ ശബ്ദവും. എൻ്റെ ഉവൈസിക്കാ, നിങ്ങൾ ഈ പരിക്കൻ സൗണ്ട് കേട്ടിട്ടാ ആ കുഞ്ഞ് വീണ്ടും കരയുന്നത്. ഒന്ന് മിണ്ടാതിരിക്കും എൻ്റെ ഉവൈസിക്ക, സുഹൈല ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ആരോടോ എന്ന പോലെ മുസമ്മുവിനെ നോക്കുമ്പോൾ അത് പുതിയ വാവുമെന്ന് ഇവിടെ എന്നവൻ പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്നും ഊർന്നിറങ്ങി. അടുക്കളവാതിലിനപ്പുറം കൂട്ടം കൂടി നിൽപ്പുന്നുണ്ട് എല്ലാവരും. അല്ല, ആരാ ഇപ്പോൾ ഇവിടെ പുതിയ അതിഥി? മാഹിൻ അവർക്കിടയിലേക്ക് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. മാഷിയുടെ കയ്യിൽ ഇരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. ഇതാരപ്പോൾ ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇനി ഈ കുഞ്ഞിനെ ഇവർ അഡോപ്റ്റ് ചെയ്തോ? എന്നാലും ഇത് വിളിക്കുമ്പോൾ തന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞതാണല്ലോ. ഇതാരാ? അവൻ വീണ്ടും ചോദിച്ചു. ഇത് അപ്പുറത്തെ ഓണറിൻ്റെ കുട്ടിയെ ഇക്കാക്ക. അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ നോക്കാൻ ഏൽപ്പിച്ചു പോയതാ. വാവേ ദേ നോക്കിക്കേ.
ഉവൈസ് വീണ്ടും കിലുക്കം അവൾക്ക് നേരെ പിടിച്ചു കുലുക്കി. കുഞ്ഞിപ്പെണ്ണ് ഒച്ച വെച്ച് കരഞ്ഞു. ഇത്ര നേരവും അവനെ നോക്കി പിടിച്ചു വെച്ച കണ്ണുനീർ കുടമാണ് ഉതിർന്നു വീഴുന്നത്. ഉവൈസുക്ക പോയി അപ്പുറത്തെ കുറെ നേരെയാ കൊച്ചിനെ എടുത്തോളാൻ വയ്യാതെ വിരളി പിടിച്ച് അതിനെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അവനെ ഉന്തിത്തള്ളി സുഹൈല ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. മാഹിന് ചായ എടുക്കാട്ടോ. ഉവൈസിനൊപ്പം നടക്കുന്നവനെ നോക്കി പറഞ്ഞുകൊണ്ടവൾ ചായക്കുള്ള വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചു. എന്താ മാഹിനെ, കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ഏറെ ക്ഷീണിച്ച പോലെ ഓവർ വർക്കാണോ? കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അവൻ്റെ ജോലിഭാരമോ അമിത ടെൻഷനോ ഒക്കെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠൻ്റെ ആകുലതയും നിറച്ച് ഉവൈസ് അവനെ ഉറ്റുനോക്കി. എന്ത് പറ്റിയടാ? തിരക്കുണ്ട് ഉവൈസുക്ക. നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്ക്. ഒന്നിന് പുറകെ ഒന്നായി എൻ്റെ മേലേക്ക് വെച്ച് തരുന്നുണ്ട് അമ്മോശന്. അയാൾക്ക് വിശ്രമജീവിതം വേണത്രേ. കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടുന്ന ചുമട് പോലെ ഇടയ്ക്ക് ഭാരം വർദ്ധിക്കും. വെക്കുന്ന ആൾക്ക് അതൊട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അതേറി നടന്നു തുടങ്ങുന്നതിൻ്റെ മനസ്സും ശരീരവും അവരൊന്നും ഓർക്കുകയുമില്ല. ഇടയ്ക്കൊക്കെ തൻ്റെ പാഷനും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ സ്വന്തമായി കെട്ടിപ്പടുക്കണമെന്ന മോഹം ഇനി നടക്കില്ല എന്നാണ് തോന്നുന്നത്. അവനെന്നെ വിളറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വന്തം കാലിൽ നിന്നൊരു ബിസിനസ് അവൻ്റെ പാഷനായിരുന്നു. ഉപ്പയുടെ തടിമില്ലും അതുകൂടാതെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഫർണിച്ചർ ഷോപ്പുകളുമൊക്കെയും ഉപ്പ സ്വന്തം കെട്ടിപ്പടുത്തതാണ്. കുടുംബസ്വത്തിൻ്റെ ഒരംശം ചേർക്കാതെ രാപ്പകൽ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നത്. വീടുകളുടെ കോൺട്രാക്ട് എടുത്ത് ആ വീടിൻ്റെ കട്ടിളവെപ്പ് മുതൽ അതിലേക്ക് വേണ്ടുന്ന എല്ലാം മികച്ച രീതിയിൽ ചെയ്തു കൊടുക്കുമായിരുന്നു. ഗുണമേന്മയിൽ കവിഞ്ഞൊരു ഒന്നും ഉപ്പ ആഗ്രഹിച്ചിട്ടില്ല. മരിക്കുന്നതിൻ്റെ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് കൂടെ നിന്ന് ആരൊക്കെയോ തിരുമല നടത്തുന്നുണ്ടെന്നും മോശം സാധനങ്ങൾ നൽകി പറ്റിക്കുന്നുണ്ടെന്നും മനസ്സിലാവുന്നത് തന്നെ. അപ്പോഴേക്കും പല ഷോപ്പുകളും അടച്ചുപൂട്ടേണ്ട രീതിയിലേക്ക് മാറിയിരുന്നു എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിലും കൂടെയുള്ളവരെ ഉപ്പ അഭിനമായി വിശ്വസിച്ചിരുന്നു എന്ന തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉപ്പാൻ്റെ വിയർപ്പിൽ പടുത്തുയർത്തിയത് തിരികെ പിടിക്കണം. തറവാടിൻ്റെ പ്രതാപം തിരികെ കൊണ്ടുവരണം. ഈ ഓട്ടമെല്ലാം ഓടുന്നത് അതിനു വേണ്ടിയാണ്. മാഷിയെ സ്വന്തം കാലിൽ നിർത്താൻ അവൾക്കൊരു താങ്ങ് വേണം. ഒക്കെയും ഒറ്റയ്ക്ക് ചിന്തിച്ച് പല വഴികൾ തേടുന്നുണ്ട്. അവസാനം ഉപ്പയുടെ കൈ പിടിച്ച് കൊടുത്ത വാക്ക്, ഉപ്പ കയ്യിൽ പിടിപ്പിച്ചു തന്ന രേഖകൾ, മാഷിയെക്കുറിച്ചുള്ള ആശങ്ക, അങ്ങനെ നിരനിരയായി കിടക്കുന്ന കർത്തവ്യങ്ങൾ നേടിയെടുക്കണം. ഓടിയേ തീരൂ. കിതച്ച് വീയാതെ മുന്നേറിയേ പറ്റൂ. പ്രൗഢിയിൽ നിറഞ്ഞ ഉമ്മാൻ്റെ മുഖം അവസാനം മനസ്സിൽ തെളിഞ്ഞതും ഒരിറ്റ് കണ്ണുനീർ അവനിൽ നിന്നും ഉതിർന്നു വീണു. കണ്ണു നിറഞ്ഞതും അത് പുറത്തേക്ക് അടർന്നു പതിച്ചതും അറിയാതെ മനസ്സ് ഓട്ടപ്പാച്ചിലിൽ തുടരവേ ഉവൈസ് അവൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. നിനക്ക് പറ്റൂലെങ്കിൽ അവരോടത് തുറന്നു പറഞ്ഞൂടെ മോനെ എനിക്ക്? ഒരു കുഞ്ഞിനെ പൊതിയുന്ന പോലെ ഉവൈസ് അവനെ പൊതിഞ്ഞു. പറ്റില്ല ഉവൈസ്ക, തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. ഓടാനുള്ള ഊർജ്ജം ഇപ്പോൾ ഉണ്ട്. നേടിയെടുക്കണമെന്ന വാശിയും. നേടിയിട്ട് ഇനി ഓട്ടമൊന്ന് നിർത്താൻ പറ്റൂ. അതൊക്കെ പോട്ടെ. നാളെ നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങണം കേട്ടോ. 8 മണിക്ക് കറക്റ്റ് നമ്മളെവിടെ വേണം. 1 മിനിറ്റ് വൈകിയാലേ അവിടുത്തെ ഡോക്ടർക്ക് ഹാല് മാറുമെന്നാ കേട്ടത്. കണിശത അല്പം കൂടുതലായെങ്കിലും ചികിത്സ കൊണ്ട് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. വൈകാതെ നിങ്ങൾക്കൊരു കൺമണി എന്തായാലും ഉണ്ടാവും. ഉവൈസ് അത് കേട്ട് കണ്ണ് ചിമ്മി ചിരിച്ചു. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഹൃദയം നിറയെ ഒരു കൊച്ചു കുഞ്ഞ് മുഖം ഒളിച്ച് കളിക്കുന്നുണ്ട്. ആഗ്രഹിച്ചാൽ അത് നിറവേറുമെന്ന പ്രതീക്ഷ മുറുകെ പിടിച്ചിട്ടുണ്ട്. പഠിച്ചോൻ തരും. അവൻ ഉള്ളാലും മൊഴിഞ്ഞു. ചായയൊക്കെ കുടിച്ച് മക്കളെയും കൂട്ടി അവർ ഒന്ന് പുറത്തേക്ക് പോയി. മാഷി പോയിട്ടില്ല. കുഞ്ഞുമോൾ അവളെ വിട്ട് മാറാതെ ഇരിപ്പുണ്ട്. ചെറിയ പനിക്കോളം തോന്നുന്നുണ്ട്. ഇനി അദ്ദേഹം വല്ലതും വന്നാലോ? മോളെ ഏൽപ്പിക്കണ്ടേ? മാഷിയില്ലാതെ സുഹൈലയും ഒന്ന് മടിച്ചതാണ്. പിന്നെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊക്കെ ഓർത്ത് വാങ്ങണമെങ്കിൽ അവൾ കൂടെ വേണമെന്നുള്ളത് കൊണ്ട് സുഹൈലയും അവർക്കൊപ്പം ഇറങ്ങി. മോനെ കൂടെ കൊണ്ടുപോകാമെന്ന് സുഹൈല പറഞ്ഞെങ്കിലും അവനെ ഓരോ അരമണിക്കൂറും ഉമ്മച്ചിയുടെ നെഞ്ചിൽ പതുങ്ങണം. അതോർത്ത് മാഷി അവനെ വിട്ടില്ല. അവർ പോയി കഴിഞ്ഞതും മുൻവാതിലടച്ച് 2 പേരെയും ഹാളിൽ പായയിലിരുത്തി. ചെറിയ കളിപ്പാട്ടങ്ങൾ കൊണ്ട് 2 പേരെയും അവൾ കളിപ്പിച്ചു. കുറച്ചു നേരത്തെ കളിയിൽ തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും പിടിച്ചും ചിരിച്ചും തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മാത്രം അറിയുന്ന ഭാഷയിൽ പലതും പറയുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ചുറ്റിനും നോക്കിയും ചെറുതായി നീന്തി കളിക്കാനും തുടങ്ങി. മോൻ പിന്നെ നല്ലതുപോലെ വീട് മൊത്തം ഇഴഞ്ഞു കളിക്കാൻ പഠിച്ചിട്ടുണ്ട്. മൂത്ത 2 പേർക്കും പിറകെ പോയി അവനിപ്പോൾ മറിഞ്ഞു വീഴാതെ ഇഴയാൻ പഠിച്ചിട്ടുണ്ട്. കളിയുമൊക്കെ കഴിഞ്ഞൊരു ക്ഷീണത്തിൽ കിക്ക് എന്ന ശബ്ദമുണ്ടാക്കി തനിക്കരികിലേക്ക് വന്നുകൊണ്ട് മോൻ നെഞ്ചിലേക്ക് പതുങ്ങി.
നെഞ്ചിൽ പാൽമണം നിറഞ്ഞു. അവൻ കൊതിയോടെ ഊമ്പിക്കുടിച്ചു. കൈകൾ കൊണ്ട് മെല്ലെ അവന് തട്ടിക്കൊടുക്കുമ്പോൾ അടുത്തിരുന്ന കുഞ്ഞു മുഖത്തേക്കായിരുന്നു മാഷിയുടെ നോട്ടം. കൈകൾ വായിലേക്ക് വെച്ച് ശബ്ദത്തിൽ അവളും ഈമ്പിക്കുടിക്കുന്നുണ്ട്. ആ വിരലുകളാണ് അവൾക്ക് കരച്ചിലിൽ താരാട്ടായി വരുന്നത്. ആ വിരലുകൾക്കിടയിൽ നിന്നും പടച്ചോൻ അവൾക്ക് വിശപ്പ് മാറ്റിക്കൊടുക്കുന്നുണ്ടാവും ആവാം. അവൾ ഒരിക്കലെങ്കിലും അവളുടെ ഉമ്മാൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നിട്ടുണ്ടാവുമോ? കണ്ണുകൾ മാടി ഉറങ്ങുന്ന മോനെ നെഞ്ചിൽ നിന്നും അടർത്തി റൂമിലെ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തി അവൾ തിരികെ ഹാളിൽ വന്ന് കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവളുടെ മാരണം വീണ്ടും ചുരത്താൻ കൊതിച്ചു. ഉമ്മയില്ലാത്തവൾക്ക് ഉമ്മയുടെ സ്നേഹാമൃതം പകരാൻ അവളുടെ ഉള്ളം കൊതിച്ചു. നെഞ്ചിൽ മുഖമൊലിച്ച് വിരലുകൾ വീണ്ടും വായിലേക്ക് കയറ്റാൻ തുടങ്ങവേ ആ കൈകൾ പിടിച്ചു മാറ്റി തുളുമ്പി നിൽക്കുന്ന മാറിടം ബിസ്മി ചൊല്ലി ആ കുഞ്ഞു വായിലേക്ക് ചേർത്ത് വെച്ചു മാഷി. ആദ്യമായി അറിയുന്ന ചെറുമതിനും തട്ടിമാറ്റി മുഖം തിരിക്കുമ്പോൾ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് വീണ്ടും അവളുടെ വായിലേക്ക് പിടിച്ച് വെച്ചു കൊടുത്തു. ഇപ്രാവശ്യം ഒന്ന് നുണഞ്ഞുകൊണ്ട് വീണ്ടും വിരലുകൾ തിരിക്കാൻ ഭാവിക്കവേ ആ കൈകൾ പിടിച്ച് വെച്ച് വീണ്ടും അവളെ പാലൂട്ടി മാഷി. ആദ്യം കുടിക്കാൻ മടിച്ച് നിന്നെങ്കിലും പിന്നീട് ആ കുഞ്ഞിപ്പെണ്ണ് ആ പാൽ കുടിക്കാൻ തുടങ്ങി. നെഞ്ചിലെ ചൂടും കൈയുടെ താളവും അവൾക്ക് സുരക്ഷിതത്വം നൽകി. മെല്ലെ അവളുടെ കണ്ണുകളിൽ ഉറക്കം തഴുകുമ്പോൾ മാഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ ചെയ്തത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ അവളുടെ ആരുമില്ലാത്ത കിടപ്പ് കണ്ടപ്പോൾ, കൈവിരലുകൾ വായിൽ വെച്ച് ഊമ്പിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ കുഞ്ഞാണ് എന്ന് തന്നെ തോന്നിപ്പോയി. ഉമ്മയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഉമ്മയില്ലാത്തതിൻ്റെ വേദന ഓരോ നിമിഷം താനും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞോ ആരോടും പറയാനാവാത്ത സങ്കടം അവൾക്കുള്ളിൽ കാണില്ലേ? ഒരു പരിചയമില്ലാത്തവർക്കിടയിൽ അവളെ ഇട്ടിട്ട് പോകുമ്പോൾ കരഞ്ഞില്ലാതെ പ്രകടിപ്പിക്കാൻ അറിയാത്ത കുഞ്ഞ് ചെയ്തത് തെറ്റല്ല. അവളെ പാലൂട്ടിയതിൽ ഒരു മോശവും തോന്നേണ്ടതുമില്ല. അവൾ വീണ്ടും കുഞ്ഞിൻ്റെ തുടയിൽ മെല്ലെ തട്ടി. ഉവൈസ്ക, എൻ്റെ കുഞ്ഞ്. അവൾ കരച്ചിലാണോ? എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ പോലും പറ്റുന്നില്ലടോ. അവൾ വല്ലതും കഴിച്ചോ? ഉപ്പയും കൂടി തളർന്നു പോയപ്പോൾ ഇവിടെ ഞാനല്ലാതെ പറ്റില്ലടോ. ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേഗം വരാം. വിഷമമായെങ്കിലും ഒന്ന് ക്ഷമിക്കണേ. എന്തൊക്കെയായി പറഞ്ഞൊപ്പിച്ച് അവനൊന്ന് കിതച്ചു. കണ്ണുകൾ കലങ്ങി ചുമന്നു. എൻ്റെ കുഞ്ഞ് ഞാനില്ലാതെ അവളുടെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. കൺമുന്നിലുണ്ടാവുമായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. മാഷി! വാതിലിനപ്പുറം നിന്ന് ഉവൈസിൻ്റെ ശബ്ദം റൂമിലേക്ക് വന്നു. എന്താ ഉവൈസുക്ക? മോളെ ഒന്നുകൂടി തട്ടിയുറക്കി അവൾ വാതിലിന് നേരെ നോക്കി. ജുനൈസാണ് വീഡിയോ കോളിൽ. ഫോൺ ഉയർത്തിക്കാട്ടി അവൻ പറഞ്ഞു. മോളെ ഒന്ന് കാണിക്കാൻ. അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അവൻ്റെ ഉപ്പാക്കും പെട്ടെന്ന് അസുഖമായി. മോൾ ഉറങ്ങാണോ? ഇതേ ഒന്ന് ഉറങ്ങി വന്നതേ ഉള്ളൂ. ഉണർത്തിയാൽ പിന്നെ കരച്ചില്ല ഉവൈസുക്ക. ഇനി നാളെ വിളിക്കാൻ പറയും. മോൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അവൾ അല്പം ദേഷ്യം പിടിച്ചു. കുഞ്ഞിനെ ഉറക്കുന്നവർക്കല്ലേ അതിൻ്റെ പാടറിയൂ. ഇത്രയും നേരം മോളെക്കുറിച്ച് അന്വേഷിക്കാത്ത അവളുടെ ഉപ്പയോട് അവൾക്ക് വീണ്ടും ദോഷം തോന്നി. ആൾക്കൊന്ന് കണ്ടാൽ മതിയെന്ന് മാഷി. കുറേ നേരം കൊണ്ട് വിളിക്കുക. ഒന്ന് കാണിക്കട്ടെ, അല്ലെങ്കിൽ അയാൾ ഒന്നുകൂടി ടെൻഷനാവും ചിലപ്പോൾ. അവൻ്റെ അവസ്ഥ ഓർത്ത് ഉവൈസ് റൂമിലേക്ക് കയറി. കൂടെ സുഹൈലയും കയറി. കോൾ എടുത്ത് ബാക്ക് ക്യാമറ മോൾക്ക് നേരെ കാണിച്ചു ഉവൈസ്. കണ്ണുകൾ തുടച്ച് ജുനൈസ് മോളെ നോക്കി. നല്ലുറക്കം ആരുടെയോ കൈകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ട്. പിരുകം എഴുതി കണ്ണിൽ വാലിട്ട് മഷി ചെയ്തിരിക്കുന്നു. കവിളിൽ വലിയൊരു കുത്തും. ഇളം റോസ് നിറത്തിൽ തണുപ്പ് കടക്കാത്ത ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. കയ്യിൽ ഷോക്സൊക്കെ ധരിച്ച് സുന്ദരിയായി ഉറങ്ങുന്നുണ്ട് തൻ്റെ മോള്. കണ്ണെടുക്കാതെ അവളെ ആകെ മൊത്തം നോക്കി നിന്ന് പോയി ജുനൈസ്. കഴിച്ചെന്നും വേറെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഉവൈസ് പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. മോളിൽ നിന്നും മാറി ക്യാമറ ഒന്ന് ഒരു സെക്കൻഡ് നേരെ മാഷിയെ കടന്നുപോയി. ഒരു മിന്നായം പോലെ മോളെ നോക്കി ഇരിക്കുന്നവളെ ജുനൈസിൻ്റെ കണ്ണിൽ പതിഞ്ഞു. ഉപ്പ ഓക്കെ ആയോ ജുനൈസെ? ഇപ്പോൾ എന്താ അവസ്ഥ? ഉപ്പ ഒബ്സർവേഷനിലാണ് ഉവൈസ്ക. കുഴപ്പമൊന്നുമില്ല. എങ്കിലും BP വേരിയേഷനിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. ഉമ്മ അടുത്തുണ്ട്. എങ്കിലും പുറത്തൊരാൾ എന്തിനും വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ചോ? ഈ ഓട്ടത്തിനിടയിൽ അത് മറക്കരുത് കേട്ടോ. ഞാൻ കഴിക്കാൻ പോവാണ് ഉവൈസുക്ക. മോളെ ഒന്ന് കണ്ടിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഇറങ്ങില്ല. അവൻ്റെ മുഖം മങ്ങുന്നതും വേദനയിൽ കണ്ണുകൾ താഴ്ന്നതും ഉവൈസ് കണ്ടു. മോൾക്ക് കുഴപ്പമൊന്നുമില്ല ജുനൈസെ. മാഷി വേണമെന്നേ ഉള്ളൂ ആൾക്ക്. സുഹൈലാൻ്റെ കയ്യിൽ പോലും ആൾ ഇതുവരെ പോയിട്ടില്ല.
മാഷി അടുത്തല്ലാതെ മക്കളടുത്ത് പോലും ചെല്ലുന്നില്ല കുഞ്ഞിപ്പെണ്ണ്. അവളിരുന്നാൽ കൂടെ ഇരിക്കും, എഴുന്നേറ്റാൽ കയ്യിൽ അവളെ എടുത്തോളണം. ഇവിടുത്തെ ചെക്കന് ഇച്ചിരി കുശുമ്പ് കുത്തുന്നതല്ലാതെ ഇവിടെ ഓക്കെയാണ് അവൾ. ഒരു ഉമ്മയെപ്പോലെ മാഷി നോക്കിക്കോളും അവളെ. അതിലൊരു വിഷമവും വേണ്ട. താൻ സമാധാനമായിട്ടിരിക്കും ജുനൈസെ. ഓവൈസ് വീണ്ടും അവനെ സമാധാനിപ്പിച്ചു. കുറച്ചു നേരത്തെ സംസാരം കഴിയുമ്പോഴേക്കും മോളെ ഓർത്തുള്ള സങ്കടത്തിൽ നിന്നും അവൻക്കൊരു തണുപ്പ് വന്നിരുന്നു. ഉമ്മയെപ്പോലെ അവൾ നോക്കും എന്ന വാക്ക് വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിൽ ആവർത്തിച്ച് കേട്ടു. 3 മക്കളുടെ ഉമ്മയല്ലേ, അവൾക്കറിയും ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന്, അതിൻ്റെ കരച്ചിൽ എങ്ങനെ അടക്കണമെന്നും. ജുനൈസ് അവിടുന്ന് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ഫുഡൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. 2 ദോശയൊക്കെ പറഞ്ഞ് അവൻ വാഷ്റൂമിൽ പോയി കൈയും മുഖവും മുക്കി കഴുകി വന്നു. രാവിലെ മുതലുള്ള മുഷിപ്പ് അവൻ്റെ വേഷത്തിൽ പ്രതിഫലിച്ചു. ഒന്ന് മാറിയിടാൻ ഒരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഒന്ന് കുളിച്ചാൽ തലയുടെ ഭാരം അല്പം കുറയും, പക്ഷെ അതിനും കഴിയുമെന്ന് തോന്നുന്നില്ല. ICUവിൽ ഒരു 10 മിനിറ്റ് ഫുഡ് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. അവിടെ പുറത്തൊരാൾ എപ്പോഴും വേണം. എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി അവൻ എഴുന്നേറ്റു. ഉപ്പയെ കയറി കണ്ടു. ഉപ്പ ഒന്നും കഴിക്കാതെ വാശി കാണിക്കുന്നെന്ന പരാതിയുമായി ഉമ്മ ആദ്യമേ സംസാരിച്ചു തുടങ്ങി. ഒന്നും വിട്ടുപോകാതെ ഓരോന്ന് ഓർത്തോർത്ത് പറയുന്നുണ്ട്. ഉപ്പ അവരെ അത്ഭുതത്തോടെ നോക്കുന്നതും പിന്നെ ആ കണ്ണുകൾ തമ്മിലെത്തുമ്പോൾ നിറയുന്നതും കണ്ടെങ്കിലും ഉപ്പയുടെ ചുളിവുള്ള കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അല്പം കഞ്ഞിയെടുത്ത് ഉപ്പയുടെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു ഉമ്മ. സങ്കടങ്ങൾ മൂടിപ്പൊതിഞ്ഞത് കൊണ്ടാവാം അയാൾക്ക് ഒരു വറ്റുപോലും ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഇറങ്ങില്ല, ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് ഉപ്പ കണ്ണുകൾ അടച്ചു കിടന്നു. ചാരിത്തലപ്പ് കൊണ്ട് വാ പൊത്തി ഉള്ളിലെ കരച്ചിലടക്കി അവർ പിന്തിരിഞ്ഞ് നടന്നു. അപ്പോഴേക്കും ജുനൈസിൻ്റെ കൈകൾ ഉപ്പയെ തഴുകിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഉവൈസിൻ്റെ വീട്ടിൽ കൈസിക്ക ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു പിണക്കം? കൈസിനെ തിരിച്ചു പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു കിടത്തി സന ഗൂഢമായി ചിരിച്ചു. എന്താ സന ഇപ്പോൾ? എന്താ തനിക്ക്? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. 2 ദിവസമായിട്ടുള്ള യാത്രയും കാര്യങ്ങളും കൊണ്ട് വല്ലാതെ വലഞ്ഞിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ വെറുതെ എന്നെ ശല്യം ചെയ്യാതെ കിടന്നുറങ്ങിക്കോ താൻ. അവൻ ദേഷ്യത്തിൽ അവളിൽ നിന്ന് വീണ്ടും തിരിഞ്ഞു കിടന്നു. യാത്രയുടെ ക്ഷീണം പൊക്കി അവളിൽ നിന്നും മുഖം തിരിക്കാനുള്ള ഒരു കാരണം മാത്രമായിരുന്നു അവന്. ഉവൈസുക്ക തന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയി. അതാണ് അവന് ഇത്ര ദേഷ്യവും സങ്കടവും. അങ്ങനെ എന്തെല്ലയോ ഭാവങ്ങൾ. എന്തോ പ്രകൃതി ചികിത്സ എന്നൊക്കെ ഉമ്മയിൽ നിന്നും അറിഞ്ഞു. എങ്കിലും തന്നോടൊന്ന് ഫോണിൽ കൂടി പറയാൻ പോലുമുള്ള അടുപ്പം പോലും ഇല്ലാതായിപ്പോയോ? അതോ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ? അവൻ നെറ്റിയൊഴിഞ്ഞു. എന്താ തലവേദനയാണോ? മാം പുരട്ടി തരട്ടെ ഞാൻ? കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് ബാമും എടുത്ത് അവനരികിൽ വന്നിരുന്ന് കുറച്ച് ബാമെടുത്ത് മെല്ലെ അവൻ്റെ നെറ്റിയിൽ പുരട്ടി തലോടിയവൾ. സന, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, താൻ പോയി കിടക്ക്. അവളുടെ ഒഴിച്ചിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ രൂക്ഷമായി അവളെ നോക്കി. ഹാ, പിന്നെ മുൻപാരി ഓർക്കാവും. അതാവും ഇപ്പോൾ ഞാൻ അടുത്ത് വന്നിട്ടും ഇത്ര നാളില്ലാത്ത ദേഷ്യം. അവൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അറിയില്ലെങ്കിൽ കൂടി അവനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു. അവൻ മിണ്ടിയില്ല. എന്താ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത്? അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണല്ലേ? സനിയെ ജീവിതത്തിൽ കൂടെ കൂട്ടിയതിന് ശേഷം മാഷി എന്നൊരു ടോപ്പിക്ക് തങ്ങൾക്കിടയിൽ വന്നിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയുമില്ല. അവളെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റിയത് തനിക്കവൾ യോജിക്കില്ല എന്നതുകൊണ്ടോ അവളുപ്പാക്ക് പണം കുറഞ്ഞത് കൊണ്ടോ അല്ല. മനസ്സിൽ അവൾക്ക് പകരം മറ്റൊരുവൾ നിരന്തരം പുറകെ നടന്ന് അകൽച്ച സൃഷ്ടിച്ചപ്പോൾ മാഷിക്ക് താൻ യോഗ്യനല്ല എന്ന ബോധമുള്ളത് കൊണ്ട് മാത്രം വിട്ടുകളഞ്ഞതാണ്. ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വേദന കൊടുത്തുകൊണ്ട് മക്കളെപ്പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല. ഹൃദയം കല്ലായിപ്പോവും. മാഷിയുടെ മുഖം കണ്ണിന് നേരെ വന്നു നിൽക്കുന്നതും കണ്ണ് നിറച്ചവൾ വിതുമ്പുന്നതും ആ വേദന അവനിൽ പടരുന്നതും അവനറിഞ്ഞു. നിന്റെ കണ്ണൊരിക്കലും നിറയാതെ കൂടെ കൊണ്ടു നടന്നിട്ട് താനായി തന്നെ ഹൃദയം തച്ചുടച്ചു കളഞ്ഞുപോയി മാഷി. തൻ്റെ അബദ്ധം, തൻ്റെ മാത്രം തെറ്റ്, തൻ്റെ മാത്രം അഹങ്കാരം. കണ്ണിന് മീതെ കൈവച്ച് സനയിൽ നിന്നും മുഖം മറച്ചവൻ കിടന്നു. വിവേകം നഷ്ടപ്പെട്ടവൻ്റെ ഒളിച്ചോട്ടം. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.